നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ വല്ലപ്പുഴയിൽ റോഡിനോട് ചേർന്നുള്ള ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നു. സ്ലാബ് സ്ഥാപിച്ച് ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിന് സമീപത്താണ് റോഡരികിൽ വലിയ ഗർത്തം അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. ഏറെക്കാലമായി വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഈ ഗർത്തം അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. നിലവിൽ റോഡിന്റെ പകുതിയോളം ഗർത്തം രൂപപ്പെട്ടു കഴിഞ്ഞു. ഇതിന് സമീപം താൽക്കാലിക വേലി സ്ഥാപിച്ചാണ് യാത്രക്കാർക്ക് അപകട മുന്നറിയിപ്പ് നൽകുന്നത്. റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ഈ ഗർത്തം യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഇവിടത്തുകാരുടെ ആവശ്യം. പലപ്പോഴും നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിക്കാറുണ്ട്. വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അധികൃതർ ഇടപെടുക എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതുമായി പരാതി നൽകിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ശാശ്വതമായി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയോരത്താണ് ഈ ഗർത്തം രൂപപ്പെട്ട് കിടക്കുന്നത്. വരുന്ന ഈ വഴിയില് ഇഷ്ടംപോലെ തിരക്കാണ്. അതേപോലെ യാത്രക്കാരും അതോടൊപ്പം കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചുരുങ്ങിയത് 100 വാഹനങ്ങളെങ്കിലും ഒരുമിച്ച് വരും. ഈ വരുമ്പോൾ ഗതാഗതക്കുരുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാൻ, യാത്രക്കാർക്ക് നടന്നു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി 2 ദിവസമായിട്ട് മുമ്പ് ഒരു അപകടം ഉണ്ടായി, സ്ഥിരമായ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേണ്ടപ്പെട്ട എല്ലാവരോടും ഇടപെടലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. റോഡിന്റെ വീതി കുറവും ഇവിടെ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു. ഇത് സ്ലാബിട്ട് മൂടി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട് നഗരത്തെ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിലെ വിവിധ സെന്ററുകളിൽ പൊതുശുചീകരണ തൊഴിലാളികളെ ശുചീകരണത്തിനായി ചുമതലയേൽപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ, A സേതുമാധവൻ, KR ബാലൻ, D രാജപ്പൻ, അഭിലാഷ്, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മുതൽ നിശ്ചയിച്ച ബിന്നുകളിലല്ലാതെ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലല്ലാതെ പാഴ്വസ്തുക്കൾ അതെത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ വഴിയിൽ റോഡരികിൽ വലിച്ചെറിഞ്ഞാൽ 10,000 രൂപയാണ് പിഴ. 10,000 രൂപ പിഴ. ആ പിഴ ചുമത്തപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ശീലം മാറ്റണം, വലിച്ചെറിയുന്ന ശീലം മാറ്റണം. അതുകൂടി പഞ്ചായത്ത് ഉറപ്പുവരുത്തണം. വലിച്ചെറിയുന്നവരെ ഒരു ദയയും കാണിക്കാതെ പിടികൂട്ടി പിഴ ചുമത്തണം. അപ്പോൾ മാത്രമേ ഈ വൃത്തി നമുക്ക് നിലനിർത്താൻ കഴിയൂ. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ പെരുമുടിയൂർ പാടശേഖരത്ത് ഇറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. മുഹമ്മദ് മുഹസിൻ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പെരുമുടിയൂർ പാടശേഖരത്തിൽ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. പാടശേഖരത്തിലെ 8 ഏക്കർ വരുന്ന സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. മുഹമ്മദ് മുഹസിൻ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധിയായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ നമ്മളെ വിനയേട്ടൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം കൂടുതൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 8 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ചെയ്ത് പലിശരഹിതമായിട്ടുള്ള വായ്പയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. നെൽകൃഷി മാത്രമല്ല, പച്ചക്കറി കൃഷിക്കും അനുബന്ധമായ മറ്റു കാർഷിക മേഖലക്കൊക്കെ തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സർവീസ് സഹകരണ ബാങ്ക് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്.
സംഭരണ മേഖലയിൽ കൂടി ഏറ്റവും മികച്ച രീതിയിൽ കാൽ വയ്ക്കാൻ പോവുകയാണ് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. മുറുതല പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് C മുകേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ബിന്ദു, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് PP സതീദേവി, മുറുതല കൃഷി ഓഫീസർ M ഹനീഷ്, ബാങ്ക് ഡയറക്ടർ KV അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നൂറിന്റെ നിറവിൽ ആലൂർ ഗവൺമെന്റ് LP സ്കൂൾ 100ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തരൂർ MLA PP സുമോദ് നിർവഹിച്ചു. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ അധ്യക്ഷനായി. ചടങ്ങിൽ ഗുരുവന്ദനം എന്ന പേരിൽ അധ്യാപകരെ ആദരിക്കൽ, ഓർമ്മച്ചിമിഴ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PV ഷാനിബ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ്, P വിനോദ് കുമാർ, PV ഷാജഹാൻ, റസിയ അബൂബക്കർ, രാജി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത പരിപാടി അരങ്ങേറി. ഇത്തരമൊരു വേളയിൽ ഈ സ്കൂളിൽ പോയ കാലങ്ങളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ എനിക്ക് ഏറെ സന്തോഷം തോന്നുന്ന കാര്യം ആ കാലഘട്ടത്തിൽ എന്നെ ഉൾപ്പെട്ട തലമുറയെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. വേളിതം മാഷും, മോമുട്ടി മാഷും, അറബി മാഷും, രാധ ടീച്ചറും ഉൾപ്പെടെ മറ്റു ടീച്ചർമാരെല്ലാം എനിക്ക് ശേഷം വന്ന തലമുറയെ പഠിപ്പിച്ച ടീച്ചർമാരാണ്. വീടിന് മുന്നിൽ ഭീതി പടർത്തി പന്നിക്കൂട്ടത്തിന്റെ റൂട്ട് മാർച്ച്. വട്ടുള്ളി വേരുംപടി റോഡിലാണ് പന്നിക്കൂട്ടം ഇറങ്ങിയത്. ഞായറാഴ്ച രാത്രിയാണ് വീടുകൾക്ക് മുന്നിൽ പന്നികൾ കൂട്ടമായി ഇറങ്ങിയത്. ഇതോടെ ഇവ ആക്രമിക്കുമോ എന്ന ഭീതിയിലായി വീട്ടുകാർ. തുടർന്ന് പ്രദേശത്തെ കാട്ടുപന്നികളുടെ ഉപദ്രവം കൂടി വരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാൽനട യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും ഭീതിയോടെയാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. കാട്ടുപന്നി ശല്യം മൂലം വ്യാപക കൃഷിനാശവുമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വെള്ളിക്കുന്നിലാണ് 10ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. 17ാം വാർഡിലെ പാടശേഖര സമിതി, തിരുമിറ്റക്കോട് പഞ്ചായത്ത് എന്നിവർ നേതൃത്വം നൽകി. പരിശീലനം ലഭിച്ച വേട്ടക്കാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട. കാട്ടുപന്നികൾ ഉണ്ടാക്കുന്ന കൃഷിനാശം വ്യാപകമാണെന്നും പഞ്ചായത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പന്നിവേട്ട വ്യാപിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി ആഘോഷ നിറവിൽ. വിപുലമായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം നടത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്ര ജൂബിലി ആഘോഷ നിറവിലാണ്. ഫെബ്രുവരി 23, 24 തീയതികളിലായാണ് വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന് മുന്നോടിയായി വിപുലമായ സംഘാടക സമിതിയും രൂപീകരിക്കും. ഈ മാസം 31-നാണ് സംഘാടക സമിതി രൂപീകരണ യോഗം ചേരുന്നതെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഠന മികവിലും പാഠ്യേതര മികവിലും സ്കൂൾ ഉപജില്ലയിൽ തന്നെ ഏറെ മുൻനിരയിലാണ്. ഒട്ടനവധി മികച്ച വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാനും ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. 23-ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്നത്. 24-ന് മുൻകാല അധ്യാപകരെ ആദരിക്കും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ്, MT വാസുദേവൻ നായർ അനുസ്മരണം തുടങ്ങിയ പരിപാടികളും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നെന്നും ഇവർ പറഞ്ഞു. ഫെബ്രുവരി മാസം 24-ാം തീയതി ഈ വജ്ര ജൂബിലി ആഘോഷം നടത്തും. ഇതിലേക്കായി പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, മുൻ അധ്യാപകരെ ആദരിക്കൽ, അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഈ വർഷം റിട്ടയർ ആവുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ്, നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ MT അവരുടെ അനുസ്മരണം, അങ്ങനെ വിവിധ പരിപാടികൾ ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയ വിപുലമായ പരിപാടിയാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ വിജയൻ, പ്രധാനാധ്യാപിക രാധ, PTA പ്രസിഡന്റ് CA റാസി, കൃഷ്ണദാസ്, ഹക്കീം, ബിനി, പ്രശാന്ത് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഈ വരുന്ന 31-ാം തീയതി വെള്ളിയാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുഴുവൻ ആളുകളെയും, പരമാവധി ആളുകളെ
ഈ വിവരം പത്രസമ്മേളനത്തിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും അറിയിക്കുകയും പരമാവധി ആളുകളെ നേരിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ജനുവരി 31-ാം തീയതി വിളിച്ചു ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രസ്തുത പരിപാടിയുടെ സംഘാടക സമിതി യോഗവും അന്ന് നടക്കുകയാണ്. വളരെ വിപുലമായി, നേരത്തെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം എല്ലാവരുടെയും മനസ്സിൽ ഓർത്തുവെക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഐക്യകണ്ഠമായിട്ടുള്ള തീരുമാനം. ആ തീരുമാനം പട്ടാമ്പിയുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ പ്രത്യേകിച്ച് പട്ടാമ്പിയിലെ പത്രമാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണവും പിന്തുണയും കൂടെയുണ്ടാകും. അതോടൊപ്പം തന്നെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പല സ്കൂളിന്റെ പല പ്രവർത്തനങ്ങളിലും പല പുരോഗതിയിലും അതോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ പട്ടാമ്പിയിലെ ഒട്ടുമിക്ക പൂർവ്വ വിദ്യാർത്ഥി ഓരോ കാലഘട്ടത്തെയും SSLC ബാച്ച് ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ നിസ്സീമമായ സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യം. ചാലിശ്ശേരി പഞ്ചായത്തിൽ ക്ലർക്ക് തസ്തികയിൽ ദിവസന വേതനാടിസ്ഥാനത്തിൽ ഒഴിവുണ്ട്. SSLC അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ജീവനക്കാരി തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതുവരെ മാത്രമായിരിക്കും നിയമനം. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. നിയമാനുസൃതമായ ഇളവുകൾ ബാധകമായ വിഭാഗങ്ങൾക്ക് ലഭിക്കും. പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജനുവരി 31-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ആനക്കര കുമ്പിടി തോട്ടഴിയം ഉത്സവത്തിന് കൂറയിട്ടു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കെ ചന്ദ്രൻ, സെക്രട്ടറി VP കുട്ടൻ, മണി മണ്ഡകത്തിൽ, അപ്പു മണ്ഡകത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 12-നാണ് ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം. 11-ന് പ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കും. നിർമ്മാണ തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. ആനക്കര മേലേഴിയം പുത്രത്തുവളപ്പിൽ പരേതനായ ഉണ്ണിയാലൻ മകൻ 50 വയസ്സുള്ള പ്രഭാകരനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10:30 കുറ്റിപ്പുറം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ തേപ്പ് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് സമീപത്തുള്ള കുറ്റിപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെമ്പി മാതാവാണ്. സിനി ഭാര്യയും പ്രണവ്, പ്രസി എന്നിവർ മക്കളുമാണ്. കൂറ്റനാട്ടെ സ്വകാര്യ മാളിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതച്ചിറ സ്വദേശി ഏലംപുള്ളി വീട്ടിൽ 59 വയസ്സുള്ള സുരേന്ദ്രനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ അയൽവാസികൾ കണ്ടെത്തുകയായിരുന്നു. 2 ദിവസം ജോലിയിൽ നിന്ന് ലീവെടുത്ത സുരേന്ദ്രൻ വെള്ളിയാഴ്ചയാണ് ഏറ്റവും ഒടുവിലായി ജോലിക്കെത്തിയത്. മൃതദേഹം പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹം സംസ്കരിച്ചു. സൗത്ത് തൃത്താല പത്തിൽ അബൂബക്കർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം തൃത്താല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഇയാത്തുകുട്ടി ഭാര്യയും തൃത്താല പഞ്ചായത്ത് മെമ്പർ പത്തിൽ അലി, മൊയ്തീൻ, നാസർ, അലിക്കുട്ടി, സത്താർ, ഉമ്മുസൽമ എന്നിവർ മക്കളുമാണ്. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.